നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കർണാടക ഹാസനിൽ കൃഷിയിടത്തിൽ അടിമവേല. പുത്തികെ സ്വദേശി ഉദയൻ ഉൾപ്പെടെ 18 തൊഴിലാളികളെ കർണാടക പോലീസ് രക്ഷപ്പെടുത്തി. ചിറ്റാരിക്കാൽ പരപ്പച്ചാലിൽ ലോറി പുഴയിലേക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. തമിഴ്നാട്ടിൽ നിന്നും വളവുമായി വന്ന ലോറിയാണ് മറിഞ്ഞത്. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കുമെന്ന് ദക്ഷിണ റെയിൽവേ പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുകർ റാവു. സ്റ്റേഷന്റെ വടക്ക് ഭാഗത്തുള്ള മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിന് പ്രാരംഭ നടപടികൾ ആരംഭിച്ചതായും മധുകർ റാവു. പാരിക്കാടി ടോൾ പ്ലാസ ഇനിയും പൊളിച്ചുമാറ്റാത്തത് വാഹന ഡ്രൈവർമാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. റോഡരികിലൂടെ നടന്നുവരുന്ന വഴിയാത്രക്കാർക്കും ടോൾ പ്ലാസ തടസ്സമാകുന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ഭാരവാഹികൾക്ക് സ്വീകരണവും അനുമോദനവും നൽകി. കാഞ്ഞങ്ങാട് ബിഗ് മാളിലായിരുന്നു പരിപാടി. കേരള വിഷൻ കണക്ട് ആൻഡ് വിൻ വിജയികൾക്കുള്ള സമ്മാന വിതരണം നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനവും സമ്മാന വിതരണവും നിർവഹിച്ചു. നുളിപ്പാടി ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രം അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവത്തിന് തുടക്കം. കലവറ ഘോഷയാത്ര നടന്നു. വാർത്തകൾ വിശദമായി. കർണാടക ഹാസനിൽ കൃഷിയിടത്തിൽ അടിമവേല. ഒരു മലയാളിയടക്കം 18 തൊഴിലാളികളെ കർണാടക പോലീസ് രക്ഷപ്പെടുത്തി. പുത്തികെ സ്വദേശി ഉദയനെയാണ് കർണാടക പോലീസും റവന്യൂ വിഭാഗവും ചേർന്ന് രക്ഷപ്പെടുത്തിയത്. വ്യാഴാഴ്ച ഹാസൻ ജില്ലയിലെ കൃഷിയിടത്തിലെ ഷെഡിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തെത്തിയ കർണാടക സ്വദേശിയായ തൊഴിലാളിയുടെ മാതാവ് നൽകിയ പരാതിയിലാണ് നടപടി. 18 തൊഴിലാളികളിൽ മലയാളിയായ പുത്തിക ബേലൂത്ത് സ്വദേശി ഉദയനെയും രക്ഷപ്പെടുത്തിയിരുന്നു. ഉദയനെ കാസർഗോഡ് ജില്ലാ അധികൃതർക്ക് കൈമാറി. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ നിരവധി തൊഴിലാളികളെ നിയമവിരുദ്ധമായി തടവിലാക്കിയിട്ടുണ്ടെന്നും വേതനമില്ലാതെ നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കുന്നുണ്ടെന്നും പോലീസിന് വിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ വകുപ്പുമായി സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് 18 അടിമത്തൊഴിലാളികളെ വിജയകരമായി രക്ഷപ്പെടുത്താൻ സാധിച്ചതെന്ന് ഹസൻ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് M തമ്മയ്യ പറഞ്ഞു. ഇരകളിലൊരാളായ ഈരനയുടെ കുടുംബം നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടികൾ. ഹാസൻ ജില്ലയിലെ ബേലൂത്ത് താലൂക്കിലെ ജൂട്ടനഹള്ളി ഗ്രാമത്തിലാണ് രക്ഷാപ്രവർത്തനം നടന്നത്. തൊഴിലാളികളെ ഒരു ഷെഡിലാണ് താമസിപ്പിച്ചിരുന്നത്. പുറത്തേക്ക് പോകാൻ അനുവദിച്ചിരുന്നില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഇഞ്ചിപ്പാടത്ത് ജോലി ചെയ്യാൻ ഇവരെ നിർബന്ധിക്കുകയായിരുന്നു. കൂടാതെ കാവലിന് ആളുകളെ നിർത്തിയായിരുന്നു അടിമവേല. തൊഴിലുടമയുടെ നടപടി മനുഷ്യാവകാശങ്ങളുടെയും ബോണ്ടഡ് ലേബർ സിസ്റ്റം നിയമത്തിന്റെയും വ്യക്തമായ ലംഘനമായതിനാലാണ് നടപടി ശക്തമാക്കിയത്. നമ്മളെ ജോലി എടുക്കുന്നത് ചെക്കനഹള്ളി. അവിടെ നിങ്ങളെ ജോലി സ്ഥലത്ത് ഈ താമസിക്കുന്ന സ്ഥലത്തും ജോലി സ്ഥലം അടുത്ത് തന്നെയാണ്? അപ്പൊ അവരെങ്ങനെ കൊണ്ടുപോകും? വണ്ടിയിലോ പിക്കപ്പ് ജോലി കഴിഞ്ഞ് തിരിച്ചു മുറിയിൽ തിരിച്ചു വന്നിട്ട് വൈകുന്നേരം ആകുമ്പോ അത് കൂട്ടിരും. രാവിലെ 6 മണിക്ക് രാവിലെ വന്നിട്ട് പിക്കപ്പിൽ കൊണ്ടുപോകും. ഈ പിക്കപ്പിൽ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുക, അങ്ങനെ ഒന്നും ചെയ്തില്ല? ആൾക്കാരും ഒരു യാത്രയുണ്ട്, അപ്പൊ ആ സമയത്ത് നിർത്താൻ അങ്ങനെ രക്ഷപ്പെടാൻ സംവിധാനം ഉണ്ടായിരുന്നില്ലേ? ഇല്ല, അങ്ങനെ ഉണ്ടല്ല. പണിന്റെ അടുത്ത് പോയി പണിന്റെ അടുത്ത് പിന്നെ തല്ലു. പണി ജോലി ചെയ്തില്ലെങ്കിൽ അവൻ തല്ലു. രക്ഷപ്പെടാൻ ശ്രമിച്ചാലും തല്ലു. അതായത് നിങ്ങൾ പണി ചെയ്ത് നോക്കാൻ ആളുണ്ട്, അവര് ഫാമിലി അടക്കമുണ്ട്. ഫാമിലി അടക്കമില്ലെങ്കിൽ 3 പേര്, ഒരു പാർട്ട്ണർ, അളിയനും പിന്നെ അളിയനും പെണ്ണുങ്ങൾ വീട്ടുകാർ വാങ്ങാൻ കഷ്ടത്തിന് വിളിച്ച് ചാടും. ഭക്ഷണം ശരിക്കും തരില്ല. അടിക്കോ? ഭക്ഷണം തരില്ല. രാവിലെ എന്താ ഭക്ഷണം കിട്ടാറ്? ചോറുണ്ട്. രാവിലെ എന്തില്ല. രാവിലെ പോയാല് 6 മണിക്ക് പോയാലും വേറെ മറ്റേ പണി വേറെന്തില്ല. പിന്നെ വന്നാല് 1 മണിക്ക് ചോറ്. 1 മണിക്ക് വന്നാലായി വന്നില്ല. പിന്നെ രാത്രി അതെ 7 മണിക്ക് തരും. 7 മണിക്ക് ചോറുണ്ട്. കറിയൊക്കെയോ? കറി അവര് ടൊമാറ്റോ സാറാക്കും. വേറെ കറി ഇത്ര 1 വർഷമായിട്ട് ഈ ചോറും കറിയും മാത്രമാണ് ഈ രാവിലെ വൈകുന്നേരം കഴിച്ചോണ്ടിരുന്നത്? രാവിലെ ഉച്ചക്കോ? ഉച്ചക്ക് തന്നെ ഈ 3 നേരം ആക്കുന്നത് സാമ്പാറിലാണ് കഴിക്കാം. 3 ഒരു ദിവസം വെച്ചാൽ സാമ്പാർ 3 ദിവസം കഴിക്കും. അത് പോയാലിട്ട് സാമ്പാർ ഈ ടൊമാറ്റോ സാറ്. അപ്പൊ അതാരെ വെക്കുന്നത്? ആ വീട്ടുകാരനെ അവരാക്കി തരും. നിങ്ങളുടെ വയസ്സ് എത്രയാ? എന്റെ വയസ്സ് എന്റെ 37. 36 വയസ്സിൽ പോയി 37 വയസ്സിൽ തിരിച്ചു വന്നു.
നിങ്ങൾ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചില്ലേ? നിങ്ങൾ 18 പേരുണ്ടല്ലോ, എല്ലാവരും കൂടെ ഒരുമിച്ച് രക്ഷപ്പെടാൻ ശ്രമം നടത്തിയില്ലേ? നമുക്കറിവില്ലായിരുന്നു ഇങ്ങനെ സംഭവം. അതല്ല, നിങ്ങളിപ്പം ബുദ്ധിമുട്ടല്ലേ, ഭക്ഷണം ഇല്ല, ശമ്പളം ഇല്ല, അപ്പൊ നിങ്ങൾ ഞങ്ങൾ രക്ഷപ്പെടാൻ നോക്കി. രക്ഷപ്പെടാനും രാത്രി പോലെ അവർ അവിടെ തന്നെ നിൽക്കുന്നു, കാവൽ നിൽക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വിടില്ല, ഇങ്ങോട്ട് പോകാൻ വിടില്ല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ചിറ്റാരിക്കാൽ പരപ്പച്ചാലിൽ ലോറി പുഴയിലേക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. തമിഴ്നാട്ടിൽ നിന്നും വളവുമായി വന്ന ലോറിയാണ് മറിഞ്ഞത്. പരിക്കേറ്റവരെ നീലേശ്വരം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോറിയിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. ഒരാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വെള്ളരിക്കുണ്ട് മുക്കട പരപ്പച്ചാലിൽ ശനിയാഴ്ച രാവിലെ 7:30 മണിയോടെയാണ് അപകടമുണ്ടായത്. വളവുമായി വരികയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ ലോറിയിലുണ്ടായിരുന്ന കാഞ്ഞങ്ങാട് ഞാണിക്കടവ് സ്വദേശികളായ അഷ്കർ, മൊയ്തു, തമിഴ്നാട് സ്വദേശി വരദരാജ് എന്നിവർക്ക് പരിക്കേറ്റു. മൊയ്തുവിനെ നീലേശ്വരത്തെ സഹകരണ ആശുപത്രിയിലും അഷ്കറിനെയും വരദരാജിനെയും കാസർഗോട്ടെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പുഴയിൽ വെള്ളം കുറവായതിനാലാണ് വലിയ അപകടം ഒഴിവായത്. നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ അടിസ്ഥാന സൗകര്യമൊരുക്കുമെന്ന് ദക്ഷിണ റെയിൽവേ പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുകർ റാവു. സ്റ്റേഷന്റെ വടക്ക് ഭാഗത്തുള്ള മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിന് പ്രാരംഭ നടപടികൾ ആരംഭിച്ചതായും അദ്ദേഹം അറിയിച്ചു. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ സന്ദർശനത്തിനിടെ ജനപ്രതിനിധികളുമായും യാത്രക്കാരുമായും റെയിൽവേ സ്റ്റേഷൻ വികസന സമിതി അംഗങ്ങളുമായും അദ്ദേഹം സംസാരിച്ചു. സ്റ്റേഷൻ പരിസരത്ത് മഴക്കാലത്ത് വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് ഒഴിവാക്കാൻ ഓവുചാലുകൾ നിർമ്മിക്കുന്നതും പ്ലാറ്റ്ഫോമിൽ ഇരുഭാഗത്തും മേൽക്കൂര നിർമ്മിച്ച് ഷീറ്റിടാനും നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സ്റ്റേഷന്റെ വടക്ക് ഭാഗത്തുള്ള മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിന് പ്രാരംഭ നടപടികൾ ആരംഭിച്ചതായും അദ്ദേഹം അറിയിച്ചു. ഗോവിന്ദപൈ ഗവൺമെന്റ് കോളേജ് സ്റ്റോപ്പിൽ നിന്നും ഹൊസബെട്ടു കട്ടെ വരെ ROB നിർമ്മാണം ഉൾപ്പെടെ സ്റ്റേഷൻ വികസനവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നും അദ്ദേഹം അറിയിച്ചു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈഫുള്ള തങ്ങൾ, പഞ്ചായത്ത് പ്രസിഡന്റ് ബഷീർ കനില, A മുക്താർ, ഹരിസ് ചന്ദ്ര മഞ്ചേശ്വരം, KA അബ്ദുൾ മജീദ്, മൊയ്തീൻ കുഞ്ഞി പ്രിയ, T ബഷീർ അഹമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു. റെയിൽവേ സ്റ്റേഷനിലേക്ക് മധുക്കർ റാവ് എന്ന് പറയുന്ന DRM സദൺ റെയിൽവേയുടെ ഡിവിഷൻ റീജിയണൽ മാനേജർ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ കണ്ട് മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനും അതിൻ്റെ പരിസര ഭാഗത്തുമുള്ള സമ്പൂർണ്ണമായ വികസനവുമായി ബന്ധപ്പെട്ട വിഷയം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാനും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് മിസ്റ്റർ ബഷീറും അതുപോലെ തന്നെ അതുപോലെ തന്നെ മറ്റു മെമ്പർമാർ, മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാർ, അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളൊക്കെ വന്ന് അദ്ദേഹവുമായി ചർച്ച ചെയ്തു. ഓരോ വികസന കാര്യവും അക്കമിട്ട് നിരത്തി നമ്മൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. അതുപോലെ തന്നെ നമ്മളിവിടെ നേരിട്ട് കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും, പാസഞ്ചേഴ്സ് നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും അദ്ദേഹവുമായി ചർച്ച ചെയ്തു. കഴിഞ്ഞ മഴക്കാലത്തുണ്ടായ വലിയ പ്രളയ ഇവിടെ ഉണ്ടായിരുന്നു. കുറേ വീടുകളിലേക്കും പള്ളികളിലേക്കും അതുപോലെ തന്നെ അമ്പലമുറ്റത്തൊക്കെ വെള്ളം കയറി വളരെയധികം ബുദ്ധിമുട്ടായി. അതിനൊരു കാരണം റെയിൽവേയുടെ ട്രാക്കിൻ്റെ പരിസരവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവൃത്തിയും ഒരു കാരണമാണ്. അതുപോലെ തന്നെ നാഷണൽ ഹൈവേ 66 നിർമ്മാണവും അതിൻ്റെ കാരണമായിരുന്നു. അതൊക്കെ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി റെയിൽവേൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാക്കേണ്ട വെള്ളത്തിന് പോകാനുള്ള ശുചീകരണങ്ങൾ എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്യേണ്ടതെല്ലാം ചെയ്യണമെന്നും അദ്ദേഹത്തെ പൂർണ്ണമായ രീതിയിൽ ബോധ്യപ്പെടുത്തി. അദ്ദേഹം എല്ലാ രീതിയിലും അത് ഉൾക്കൊണ്ടു. വളരെ മാന്യമായ രീതിയിൽ നമ്മളോട് സഹകരിച്ചു. അദ്ദേഹം എല്ലാം എഴുതിയെടുത്തു. കൊടുത്ത അപേക്ഷകളൊക്കെ അയാൾ വാങ്ങിവെച്ചു. പിന്നെ ദീർഘവീക്ഷണത്തോടെ കൂടി ചെയ്യേണ്ട 27 ഏക്കറോളം സ്ഥലം ഇവിടെ സ്വന്തമായി റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പിറ്റ് ലൈൻ സ്റ്റേഷനായി, മംഗലാപുരത്ത് ഒരു പിറ്റ് ലൈൻ സ്റ്റേഷനായി ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തണമെന്ന് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അപേക്ഷിച്ചു. അതും അദ്ദേഹം ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ പരിഗണിക്കാമെന്ന് അദ്ദേഹം നമുക്ക് വാക്ക് തന്നു. ഇതെല്ലാം സംഭവിക്കുമെന്ന് ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നു, അതുപോലെ തന്നെ ആശിക്കുന്നു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ആരിക്കാടി ടോൾ പ്ലാസ ഇനിയും പൊളിച്ചു മാറ്റാത്തത് വാഹന ഡ്രൈവർമാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. അപരിചിതരായ ഡ്രൈവർമാർ ഇവിടെ എത്തുമ്പോൾ വാഹനങ്ങൾ നിർത്തുവാൻ ശ്രമിക്കുന്നു. എന്നാൽ അടുത്തെത്തുമ്പോഴാണ് ടോൾ പ്ലാസ പ്രവർത്തിക്കുന്നില്ലെന്ന കാര്യം അറിയുന്നത്. ഇത് ആശയക്കുഴപ്പത്തിന് കാരണമാകുന്നതായാണ് പരാതി. റോഡരികിലൂടെ നടന്നുവരുന്ന വഴിയാത്രക്കാർക്കും ടോൾ പ്ലാസ തടസ്സമാണ്. ഒട്ടേറെ ജനകീയ പ്രക്ഷോഭങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികളുടെ വിവാദങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ദേശീയപാത ആരിക്കാടിയിലെ പ്രവർത്തനം നിലച്ച ടോൾ പ്ലാസ വാഹന ഡ്രൈവർമാരിൽ ഇപ്പോഴും സംശയമുണർത്തുന്നു. എന്താണ് ടോൾ പ്ലാസ പൊളിച്ചു മാറ്റാത്തതെന്നാണ് വാഹന ഡ്രൈവർമാരും യാത്രക്കാരും ചോദിക്കുന്നത്.
ദേശീയപാതയിലൂടെ സാമാന്യം നല്ല വേഗത്തിൽ വരുന്ന അപരിചിതരായ ഡ്രൈവർമാർ ടോൾ പ്ലാസ കാണുമ്പോൾ ബ്രേക്കിൽ അമർത്തി ചവിട്ടുകയാണ്. പ്ലാസയുടെ അടുത്തെത്തിയാൽ മാത്രമേ ടോൾ പ്ലാസ പ്രവർത്തിക്കുന്നില്ലെന്ന് മനസ്സിലാകൂ. ഡ്രൈവർമാരിൽ സംശയത്തിനിടയാക്കുന്ന ടോൾ പ്ലാസയുടെ അനുബന്ധ സാമഗ്രികൾ പൊളിച്ചുമാറ്റണമെന്ന ആവശ്യം ശക്തമാണ്. മാത്രമല്ല, റോഡരികിലൂടെ നടന്നുവരുന്ന വഴിയാത്രക്കാർക്കും പ്ലാസ തടസ്സമാണ്. ദേശീയപാത 66-ൽ തലപ്പാടി ചെങ്കള റീച്ചിൽ ആരിക്കാടിയിൽ നിർമ്മിച്ച താൽക്കാലിക ടോൾ പ്ലാസ ഫെബ്രുവരിയിലാണ് പ്രവർത്തനം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ നവംബറിൽ ടോൾ പിരിവ് ആരംഭിക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ വിജ്ഞാപനം പുറപ്പെടുവിച്ചതിനെ തുടർന്ന് ശക്തമായ സമരപരിപാടികൾ നടന്നിരുന്നു. AK അഷ്റഫ് MLAയുടെ നേതൃത്വത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് ജനകീയ സമരസമിതിക്ക് രൂപം നൽകുകയും അനിശ്ചിതകാല സമരം നടത്തുകയും ചെയ്യുകയുണ്ടായി. തലപ്പാടിയിൽ ടോൾ പ്ലാസ നിലവിലുണ്ടായിരിക്കെ 20 കിലോമീറ്റർ പരിധിയിൽ മറ്റൊരു പ്ലാസ നിർമ്മിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന നിലപാടിലായിരുന്നു കർമ്മസമിതി. ഒടുവിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം ടോൾ പ്ലാസ നിർത്തലാക്കി ഉത്തരവിറക്കി. ഇതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ട് ജനപ്രതിനിധികളും കേന്ദ്രം ഭരിക്കുന്ന BJPയും രംഗത്തുവന്നു. സാമൂഹിക മാധ്യമങ്ങളിലും വിവാദം പിന്നീട് കൊഴുത്തു. എല്ലാറ്റിനും മൂകസാക്ഷിയായി ആരിക്കാട് ടോൾ പ്ലാസ ഇന്നും നിലനിൽക്കുന്നു, പ്രവർത്തനങ്ങളൊന്നുമില്ലാതെ. ന്യൂസ് ബ്യൂറോ, കുമ്പള. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ഭാരവാഹികൾക്ക് സ്വീകരണവും അനുമോദനവും നൽകി. കാഞ്ഞങ്ങാട് ബിഗ് മാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംസ്ഥാന ഭാരവാഹികൾക്കുള്ള സ്വീകരണവും അനുമോദനവും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ബിഗ് മാളിൽ നടന്ന പരിപാടിയിൽ COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് M രാജ്മോഹൻ, COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഷുക്കൂർ കൊളിക്കര, COA സംസ്ഥാന കമ്മിറ്റി അംഗം M ലോഹിതാക്ഷൻ എന്നിവർക്കാണ് സ്വീകരണവും അനുമോദനവും ഒരുക്കിയത്. സംസ്ഥാന കമ്മിറ്റി അംഗം M ലോഹിതാക്ഷൻ അവരുടെ സ്വീകരണം ഏറ്റുവാങ്ങിയവർ മറുമൊഴി ഭാഷണം നടത്തി. ആദ്യമായാണ് ഞങ്ങൾക്ക് ഒരു സ്വീകരണം ഇപ്പോൾ നമ്മുടെ ജില്ലകളിൽ ആദ്യത്തെ സ്വീകരണമാണ് ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് നൽകിയത്. തീർച്ചയായും ഓരോ സ്വീകരണങ്ങളും, ഓരോ അനുമോദനങ്ങളും, ഓരോ അംഗീകാരങ്ങളും, ഓരോ കയ്യടികളും അത് നമുക്ക് നൽകുന്ന പ്രചോദനം, നമുക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. തീർച്ചയായും അതിന് മുൻകൈയെടുത്ത ഈ ജില്ലയുടെ ഭാരവാഹികളെ എല്ലാവർക്കും ആദ്യമേ തന്നെ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ സംഘടനയുടെ 2 വർഷക്കാലത്തെ പ്രവർത്തനത്തിന് നവീകരിച്ചുകൊണ്ട് ഒരു പുതിയ ഊർജം ഉൾക്കൊള്ളുന്ന പ്രക്രിയയാണ് നമ്മുടെ സമ്മേളനങ്ങൾ. അത് മേഖലാതലം മുതൽ പുതിയ ഭാരവാഹികളെ കണ്ടെത്തിക്കൊണ്ട് ജില്ലയിലും സംസ്ഥാനത്തും ഇത്തരം സ്വയം വിമർശനപരമായിട്ടുള്ള ഒരു വിലയിരുത്തലുകളും ഭാവി പ്രവർത്തനങ്ങളെ ആസൂത്രണം ചെയ്യുന്ന വേദികളുമാണ് നമ്മുടെ സമ്മേളനങ്ങൾ. ആ അർത്ഥത്തില് അടുത്ത 2 വർഷക്കാലത്തേക്ക് ഈ സംഘടനയെയും കമ്പനിയെയും നയിക്കുന്നതിനുള്ള ഭാരവാഹികളെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പൊ അവർക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആദ്യമായി കാസർഗോഡ് ജില്ലയിലാണ് ഒരു അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. എന്നെ സംബന്ധിച്ച് തുടക്കം ഏറെ ഗംഭീരമാണ്. ഒരു ജില്ലയുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ജില്ലയെ കുറിച്ച് കേൾക്കുന്ന വാക്കുകളൊക്കെ തന്നെ മനസ്സിനേറെ സന്തോഷകരവും ഈ സംഘടനയെ സംബന്ധിച്ച് അഭിമാനകരമാകുമ്പോൾ നമുക്ക് സന്തോഷത്തിന്റെ മധുരം ഇരട്ടിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ സംഘടനയെ സംബന്ധിച്ച് ഈ കാസർഗോഡ് ജില്ല ഈ സംസ്ഥാനത്തിന് നൽകിയ സംഭാവനയെ കുറിച്ച് എന്നും ഓർക്കുവാനും അഭിമാനിക്കുവാനുമുള്ള
ഒരു കാര്യം തന്നെയാണ്. ഈ സമ്മേളന കാലയളവിൽ നമുക്ക് ഒട്ടേറെ അംഗീകാരങ്ങൾ സംസ്ഥാന ലെവലിൽ നേടിയെടുക്കാനായി. തീർച്ചയായിട്ടും അതിൽ ഏതാണ് മെച്ചപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ഓരോന്നും ഓരോ രീതിയിൽ മെച്ചപ്പെട്ടത് തന്നെ എന്നാണ് അഭിപ്രായം. അതോടൊപ്പം തന്നെ നമ്മൾ ഇനി അങ്ങോട്ട് തുടരേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ചുമതലക്കാരന് കൂടിയായിട്ടുള്ള ശ്രീ രാജ്മോഹൻ ഇവിടെ വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കപ്പെടുകയുണ്ട്. നേരത്തെ സ്വകാര്യ സംഭാഷണത്തിലും അതുപോലെ പ്രസംഗത്തിലും പ്രസിഡന്റ് സൂചിപ്പിച്ച MSP തലത്തിലേക്ക് ഉയരണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ആത്യന്തികമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ക്ലസ്റ്റർ സംവിധാനം തന്നെയാണ്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ജില്ലാ കമ്പനി നല്ല രീതിയിലുള്ള ഒരു പ്ലാനിങ്ങോടുകൂടി ഒരു തുടക്കം കുറിച്ചതാണ് ശ്രീ രാജ്മോഹന്റെ നേതൃത്വത്തിൽ തന്നെ. പക്ഷെ എന്തുകൊണ്ടോ നമുക്ക് അത് വേണ്ട രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2012 കണ്ണൂർ സമ്മേളനത്തിൽ വെച്ചാണ് ഞാൻ സംസ്ഥാന കമ്മിറ്റി മെമ്പറായത്. അതിൽ നിന്നിങ്ങോട്ട് 15 വർഷത്തോളം ഈ ജില്ലക്കകത്ത് ഏറ്റവും കൂടുതൽ കാലം സംസ്ഥാന കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ തന്നിട്ടുള്ള ഒരു സഹകരണം കൊണ്ടുകൊണ്ട് മാത്രമാണ്. നമ്മള് 2012 ഞാൻ സംസ്ഥാന കമ്മിറ്റി ആവുന്ന അറിയാം. ഞാൻ 3 ടേം ജില്ലാ സെക്രട്ടറിയായി, 2 ടേം ജില്ലാ ട്രഷററായി, 2 ടേം മേഖലാ സെക്രട്ടറിയായി. 2019 മുതൽ ഞാൻ KCCയുടെ ഡയറക്ടറായി പ്രവർത്തിക്കുകയാണ്. ഇവിടെ സംസ്ഥാന പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തവണ ഒരു വലിയ ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ് സംഘടന എന്നിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. കേരള വിഷൻ എന്ന് പറയുന്ന കമ്പനിയുടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാജ്യമറിയുന്ന നെറ്റ്വർക്കിന്റെ ഒരു ടെക്നിക്കൽ ഡയറക്ടറായി, ഞാനൊരു ടെക്നോക്രാറ്റ് ഒന്നല്ല, എങ്കിലും ഒരു ടെക്നിക്കൽ ഡയറക്ടറായി പ്രവർത്തിക്കാനുള്ള ഒരു അസുലഭ ഭാഗ്യമാണ്, മുഹൂർത്തമാണ് എന്നിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത്. ചടങ്ങിൽ COE ജില്ലാ സെക്രട്ടറി ഹരീഷ് P. നായർ സ്വാഗതവും COE ജില്ലാ ട്രഷറർ വിനോദ് കുമാർ P. നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള വിഷൻ കണക്ട് ആൻഡ് വിൻ വിജയികൾക്കുള്ള സമ്മാന വിതരണം നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ പരിപാടിയുടെ ഉദ്ഘാടനവും സമ്മാന വിതരണവും നിർവഹിച്ചു. കേരള വിഷൻ കണക്ട് ആൻഡ് വിൻ വിജയികൾക്കുള്ള ജില്ലാതല സമ്മാന വിതരണം നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ സമ്മാന വിതരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങളുടെ സംഘടനയുമായിട്ട് എനിക്ക് വലിയ നല്ലൊരു ഞാൻ കുടുംബത്തിലെ അംഗം പോലെയാണ്. ഏത് പരിപാടിക്കും നിങ്ങളോടൊപ്പം ചേരാനും എനിക്കൊരു അവസരം ഉണ്ടാകുന്നുണ്ട്. ചെയർമാനായാലും അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എപ്പോൾ വിളിച്ചാലും ഉപദർശിനി അതുപോലെ തന്നെ മോഹനാട്ടനൊക്കെ നമ്മളൊരു കുടുംബത്തിലെ അംഗങ്ങളാണ്. അപ്പോൾ ആ നിലയിൽ കോർപ്പറേറ്റുകളോട് മത്സരിക്കുകയാണ്, കുത്തകകളോട് മത്സരിക്കുകയാണ്. കേരളത്തിൻ്റെ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ കേരളത്തിൻ്റെ യശസ് ഉയർത്തുകയാണ് നിങ്ങളുടെ നാമകരണത്തിലൂടെ. നമ്മുടെ സ്വന്തം നെറ്റ്വർക്ക് എന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയത്തക്ക നിലയിലേക്ക് കേരള വിഷൻ്റെ പ്രവർത്തനം പുരോഗമിക്കുന്നതിൽ അതിയായ സന്തോഷം അറിയിക്കുകയാണ്. കാഞ്ഞങ്ങാട് ഞങ്ങളുടെ ഏത് സംരംഭം വരുമ്പോഴും നിങ്ങൾക്ക് ഞങ്ങൾ ബ്ലാങ്ക് ചെക്ക് ചെയ്യുകയാണ്. ഏത് പരിപാടിയും കാഞ്ഞങ്ങാട് നിങ്ങൾ നടത്താൻ ഏറ്റെടുത്താൽ അത് ഭംഗിയായി നടത്തി തരാനും അത് നമുക്ക് കൂട്ടായ്മയോടുകൂടി കേരളത്തെ അറിയിക്കാനും കഴിയത്തക്ക നിലയിലേക്ക് കാഞ്ഞങ്ങാട് നിങ്ങൾക്കൊരു സ്പേസ് നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട് എന്നത് നിങ്ങളുടെ ആഗ്രഹിക്കുക. റംഷീന കാഞ്ഞങ്ങാട് 1ാം സമ്മാനത്തിനും ദിവ്യ M. കാഞ്ഞങ്ങാട് 2ാം സമ്മാനത്തിനും അർഹയായി. 1ാം സമ്മാനമായ ഇലക്ട്രിക് സ്കൂട്ടർ റംഷീനയ്ക്കും 2ാം സമ്മാനമായ സ്മാർട്ട് TV M. ദിവ്യയ്ക്കും നഗരസഭാ ചെയർമാൻ നൽകി.
വർഷങ്ങളായിട്ട് കേരള വിഷൻ്റെ കസ്റ്റമറാണ്. ഏത് സമയത്തും സുഭാഷ് ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പരിഹരിച്ച് തരുന്നതാണ്. പിന്നെ ഇങ്ങനത്തെ മത്സരം ഉണ്ടെന്നുള്ളത് കാര്യം അറിയില്ലായിരുന്നു. പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ്. കിട്ടിയതിൽ സന്തോഷം. ഒരുപാട് സന്തോഷമുണ്ട് ഇത്രത്തോളം നല്ലൊരു അവാർഡ് കിട്ടിയതിൽ. പിന്നെ ഇതിൻ്റെ സർവീസും കാര്യമെല്ലാം നെറ്റും അതായാലും എല്ലാം പെർഫെക്റ്റ് ആണ്. ഒരുപാട് സന്തോഷമുണ്ട് കിട്ടിയതിൽ. നമസ്കാരം. കേരള വിഷൻ കണക്ട് ആൻഡ് വിന്നിൻ്റെ വിന്നറാണ്. 2ാം സമ്മാനമായിട്ടുള്ള TV ആണ് സമ്മാനമായിട്ട് ലഭിച്ചിട്ടുള്ളത്. കുറച്ച് വർഷങ്ങളായിട്ട് വീട്ടിൽ കേരള വിഷൻ കണക്ഷനാണ് എടുത്തിരിക്കുന്നത്. അവരുടെ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ടും നല്ല രീതിയിലായതുകൊണ്ട് തന്നെ ചാലിങ്കാലിലേക്ക് പുതിയൊരു കണക്ഷൻ ആവശ്യമായിട്ട് വന്നപ്പോൾ ഭർത്താവ് ആദ്യം സമീപിച്ചത് പെരിയയിലുള്ള കേരള വിഷനെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സമ്മാനം അടിച്ചിരിക്കുന്നത്. ഏത് സമയത്തും വിളിച്ചാൽ കേരള വിഷൻ്റെ ആൾക്കാർ വീട്ടിലേക്ക് എത്തി നെറ്റ്വർക്ക് കണക്ഷനുകളൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശരിയാക്കി തരുന്നതാണ്. അതുകൊണ്ടാണ് കേരള വിഷനെ തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നത്. കാഞ്ഞങ്ങാട്ടെ കേരള വിഷൻ ഓപ്പറേറ്റർ സുഭാഷ് പിയുടെ ഉപഭോക്താവാണ് 1ാം സമ്മാനത്തിന് അർഹയായ റംഷീന. പെരിയയിലെ കേരള വിഷൻ ഓപ്പറേറ്റർ TV പ്രകാശിന്റെ ഉപഭോക്താവാണ് 2ാം സമ്മാനത്തിന് അർഹയായ M ദിവ്യ. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KCCL ഡയറക്ടർ M ലോഹിതാക്ഷൻ സ്വാഗതം പറഞ്ഞു. COA സംസ്ഥാന സെക്രട്ടറി സുരേഷ് PB, സംസ്ഥാന വൈസ് പ്രസിഡന്റ് M രാജ്മോഹൻ, COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഷുക്കൂർ കോളിക്കര, ജില്ലാ പ്രസിഡന്റ് മനോജ് കുമാർ VV, സംസ്ഥാന കമ്മിറ്റി അംഗം M ലോഹിതാക്ഷൻ, ജില്ലാ ട്രഷറർ വിനോദ് P, CCN ചെയർമാൻ പ്രദീപ് കുമാർ M, CCN MD TV മോഹനൻ, മേഖലാ സെക്രട്ടറി പ്രകാശ് P എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നുള്ളിപ്പാടി ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രം അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവത്തിന് തുടക്കമായി. ബ്രഹ്മകലശോത്സവത്തിന്റെ ഭാഗമായി കറന്തക്കാട് ശ്രീ വീരഹനുമാൻ മന്ദിരത്തിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് കലവറ ഘോഷയാത്ര നടന്നു. കാസർഗോഡ് ശ്രീ മല്ലികാർജുന ക്ഷേത്രത്തിൽ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് കലവറ ഘോഷയാത്രയ്ക്ക് തുടക്കമായത്. കറന്തക്കാട് ശ്രീ വീരഹനുമാൻ മന്ദിര പരിസരത്തു നിന്നും വാദ്യഘോഷങ്ങളോടുകൂടിയാണ് നുള്ളിപ്പാടി ക്ഷേത്രത്തിലേക്ക് കലവറ ഘോഷയാത്ര പുറപ്പെട്ടത്. ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. കേന്ദ്രം ബ്രഹ്മമാണ് എന്ന അടിസ്ഥാന തത്വം ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. മോക്ഷവഴിയിലേക്കുള്ള പ്രയാണത്തിൽ മറ്റൊരു വഴിവിളക്കായി തെളിയിക്കെത്തുന്ന ഉള്ളിപ്പാടി ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രം അഷ്ടബന്ധ ബ്രഹ്മകലശ വാർഷിക മഹോത്സവത്തിന് സമാരംഭം കുറിച്ചുകൊണ്ടുള്ള
എടനീർ മഠാധിപതി ശ്രീ സച്ചിദാനന്ദ ഭാരതി സ്വാമിജിയുടെ പൂർണ്ണ അനുഗ്രഹത്തോടെയും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഉളിയത്തായ വിഷ്ണു ആശ്രയയുടെ മുഖ്യ കാർമ്മികത്വത്തിലും 6 ദിവസങ്ങളിലായാണ് ബ്രഹ്മകലശോത്സവം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെരടാല ശ്രീ ഉദനേശ്വര ക്ഷേത്ര നവീകരണ പുനഃപ്രതിഷ്ഠ അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവത്തിനും വാർഷികോത്സവത്തിനും തുടക്കമായി. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഭക്തിയുടെ നിറവിൽ നടന്നു. വരെ 12 ദിവസങ്ങളിലായാണ് പെരടാല ഉദനേശ്വര ക്ഷേത്രത്തിൽ നവീകരണ പുനഃപ്രതിഷ്ഠ അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവം നടക്കുക. എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതിയുടെ അനുഗ്രഹത്തോടെ കുണ്ടാർ രവീശ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിവിധ വൈദിക, ധാർമ്മിക, സാംസ്കാരിക പരിപാടികളോടെയാണ് ഉത്സവം നടക്കുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയ ലങ്കടി ചാമ്പ്യൻഷിപ്പിൽ മികച്ച വിജയം നേടിയവർക്കും പരിശീലകർക്കും കാസർഗോഡ് ജില്ലാ ലങ്കടി അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനുമോദനം നൽകി. ഐടിയിൽ നടന്ന അനുമോദന യോഗം സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ നിർവാഹക സമിതി അംഗം PP അശോകൻ ഉദ്ഘാടനം ചെയ്തു. ലങ്കടി ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിൽ മികച്ച വിജയം നേടിയ കേരള ടീം അംഗങ്ങൾക്കും പരിശീലകർക്കും ടീം മാനേജർക്കും ലങ്കടി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റ KV ഗോപാലനും ടെക്നിക്കൽ ഡയറക്ടറും മുഖ്യ പരിശീലകനുമായ സുജേഷ് കൃഷ്ണൻ എന്നിവർക്കുമാണ് അനുമോദനം നൽകിയത്. ഐടിയിൽ നടന്ന അനുമോദന യോഗം സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ നിർവാഹക സമിതി അംഗം PP അശോകൻ ഉദ്ഘാടനം ചെയ്തു. ഇത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇതിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഒട്ടേറെ തിരക്കുള്ളവരാണ്. ആ തിരക്കിനിടയിലും ഈ ഒരു ലങ്കടി അസോസിയേഷൻ കൊണ്ട് ഇതിൻ്റെ പിന്നിൽ തന്നെ പ്രവർത്തിച്ചത് നിങ്ങളെ മാക്സിമം വിജയത്തിൽ എത്തിക്കാൻ. ജില്ലാ ചാമ്പ്യൻഷിപ്പ് സംസ്ഥാന തലത്തിൽ ഗേൾസും ബോയ്സും ചാമ്പ്യന്മാരാണെന്ന് അറിഞ്ഞത്. കേരളത്തിൽ ചാമ്പ്യന്മാരാണ് കാസർഗോഡ് ജില്ല. അതുപോലെ നാഷണൽ മത്സരത്തിൽ ഗേൾസിൽ 3ാം സ്ഥാനവും വന്നിട്ടുണ്ട്. അപ്പോൾ ഏറെ സന്തോഷകരമായ കാര്യമാണ്. ഇനിയും ഈ വിജയം നിലനിർത്തണം, 1ാം സ്ഥാനത്തേക്ക് വരുക. അതുപോലെ തന്നെ ഇതൊക്കെ അംഗീകാരം വരുമ്പോൾ ചിലപ്പോൾ പറയാൻ കഴിയില്ല, മുൻകാല പ്രാബല്യം കിട്ടുമോ എനിക്ക് അംഗീകാരം കിട്ടട്ടെ. നിങ്ങൾക്കുള്ള മറ്റ് അസോസിയേഷൻ പോലെ അംഗീകാരം കിട്ടുക. എല്ലാ അസോസിയേഷനും ഒരേ പ്രാധാന്യമാണ്. ഫുട്ബോൾ ആയാലും കബഡി ആയാലും ടെന്നീസ് ബാറ്റ് ആയാലും എല്ലാത്തിനും ഒരേ വാല്യൂ ആണ് സർട്ടിഫിക്കറ്റിന്. പലർക്കും അറിയാൻ ചിന്താഗതിയുണ്ട് ഫുട്ബോളിന് അതിൻ്റെ പിന്നാലെ പോകണമെന്നില്ല. ഫുട്ബോൾ കളിക്കുന്നവർക്ക് പിന്നെ അതിൻ്റെ അതായ ഒരു ടാലൻ്റ് ഉണ്ടാവും, അവർ ഫുട്ബോളിലേക്ക് പോവാം. ഇങ്ങനെയുള്ള ലങ്കടി ചില ഗെയിമുകളിൽ താല്പര്യമുള്ളവരുണ്ടാവും, അതിൽ അവർ ഏറ്റവും കൂടി ശോഭിക്കും. ജില്ലാ ലങ്കടി അസോസിയേഷൻ പ്രസിഡന്റ് TV ചന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് KV ഗോപാലൻ, ടെക്നിക്കൽ ഡയറക്ടർ സുജേഷ് കൃഷ്ണൻ, അസോസിയേഷൻ ജില്ലാ ഭാരവാഹികളായ ഷെരീഫ് മാടാപ്പുറം, EV അമുദുബായ്, രാജൻ ഏടാട്ടുമ്മൽ, സിദ്ദിഖ് ചക്കര, MV അശോകൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ശ്രീ മടിയൻ പൈലിങ്കാൽ പയങ്ങപ്പാടൻ തറവാട്ട് കളിയാട്ട മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തരെ അനുഗ്രഹിച്ചു. ശ്രീ മടിയൻ പൈലിങ്കാൽ പയങ്ങപ്പാടൻ തറവാട് കളിയാട്ട മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. വിഷ്ണുമൂർത്തി, പടിഞ്ഞാറ്റ ചാമുണ്ടി, ഗുളികൻ എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തരെ അനുഗ്രഹിച്ചു. നിരവധി ഭക്തജനങ്ങളാണ് കളിയാട്ട മഹോത്സവം ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
ശ്രീ മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രം നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. ആചാര്യ വരവേൽപ്പ് ഭക്തിയുടെ നിറവിൽ നടന്നു. ശ്രീ മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രം നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. ബ്രഹ്മശ്രീ ശ്രീധരൻ വാരിക്കാട്ട് തായരെ വെള്ളിക്കൂത്ത് ടൗണിൽ നിന്നും പൂർണ്ണ കുംഭത്തോടും പഞ്ചവാദ്യങ്ങളോടും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ച് ആചാര്യ വരവേൽപ്പ് നടത്തി. തുടർന്ന് മധുരക്കാട് ഷിജിൽ പണിക്കരും സംഘവും അവതരിപ്പിച്ച ഭക്തിഗാനസുധയും പ്രദേശത്തെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ശ്രദ്ധേയമായി. നിരവധി ഭക്തജനങ്ങളാണ് നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ ക്ഷേത്ര സന്നിധിയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ശ്രീ മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തോടനുബന്ധിച്ച് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും കലവറ നിറയ്ക്കൽ ഘോഷയാത്രകൾ എത്തി. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെയാണ് കലവറ ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിൽ എത്തിയത്. ചരിത്രപ്രസിദ്ധമായ മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ ഏപ്രിൽ 17 മുതൽ 23 വരെ നടന്നുവരുന്ന നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും അന്നദാനത്തിനുള്ള വിഭവങ്ങളുമായി നിരവധി ഭക്തജനങ്ങൾ ഫലമൂല്യധാന്യങ്ങളുമായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. രാവിലെ 7:20 മുതൽ 8:20 വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ നായരച്ചൻ വീട് തറവാടിന്റെയും വേളൂർ മലൂർ തറവാടിന്റെയും നേതൃത്വത്തിൽ കന്നിക്കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. തുടർന്ന് മടിയൻ മാരാർ സഭ, സത്യകഴകം കണ്ണച്ചൻ വീട് മടിയൻ, കോട്ടച്ചേരി കുമണാർകളരി ഭഗവതി ക്ഷേത്രം, വെള്ളിക്കോത്ത് തെരുവത്ത് ചൂളിയാർ ഭഗവതി ക്ഷേത്രം, മാണിക്കോത്ത് പുന്നക്കാൽ ഭഗവതി ക്ഷേത്രം, കല്യാൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം, കിഴക്കുങ്കര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം, അടോട്ട് മൂത്തേടത്ത് കുതിര പഴയസ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനം, വെള്ളിക്കോത്ത് വെള്ളിക്കുന്നത്ത് ഭഗവതിക്കാവ്, ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനം, കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രം, വേലാശ്വരം വ്യാസേശ്വരം ശിവക്ഷേത്രം, മധുരക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രം, ഇടപ്പണി ഭഗവതിക്കാവ്, മുളവന്നൂർ ഭഗവതി ക്ഷേത്രം, അജാനൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുള്ള കലവറ ഘോഷയാത്രകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നവർക്ക് അന്നദാനവും ഒരുക്കി. ഏപ്രിൽ 23-ന് നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഉപ്പിലക്കൈ മാടം ശ്രീ വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. വിവിധ തെയ്യങ്ങളുടെ കുളിച്ചുതോറ്റം അരങ്ങിലെത്തി കലാപരിപാടികളും നടന്നു. ഉപ്പിലിക്കൈ മാടം ശ്രീ വേട്ടയ്ക്കുരുമകൻ ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി പുലിയൂർക്കണ്ണൻ, ഊർപ്പഴച്ചി, മാമുണ്ടനാട്ട് വേട്ടയ്ക്കുരുമകൻ ഈശ്വരൻ തെയ്യങ്ങളുടെ വെള്ളാട്ടവും പുലിയൂർ കാളിയമ്മയുടെ കുളിച്ചുതോറ്റവും നടന്നു. തുടർന്ന് കലാസന്ധ്യ അരങ്ങേറി. നിരവധി ഭക്തജനങ്ങളാണ് കളിയാട്ട മഹോത്സവം ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒഴിഞ്ഞവളപ്പ് പ്രതിഭ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷം ഒരു വർഷം നീണ്ട പരിപാടികളോടെ നടത്തും. പ്രതിഭോത്സവം എന്ന പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
ഒഴിഞ്ഞവളപ്പ് പ്രതിഭ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഗോൾഡൻ ജൂബിലി ആഘോഷം പ്രതിഭോത്സവം 2026 ഏപ്രിൽ മുതൽ 2027 ഏപ്രിൽ വരെ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംഘാടക സമിതിയാണ് ഇന്നിവിടെ പത്രസമ്മേളനം വിളിച്ചു ചേർത്തത്. 1976 പ്രതിഭ ഒഴിഞ്ഞവളപ്പ് നാടക രചനയിലൂടെയും അവിടുത്തെ പ്രദേശത്തെ കലാകാരന്മാർ നാടകം എഴുതിയും അവതരിപ്പിച്ചുമാണ് ഈ കലാ സാംസ്കാരിക കൂട്ടായ്മയെ വളർത്തിയെടുത്തത്. അതിലേക്ക് ഏപ്രിൽ മാസത്തോടുകൂടി 50 വർഷം പൂർത്തിയായിരിക്കുകയാണ്. 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് പ്രതിഭോത്സവത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ സംഘടിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഏപ്രിൽ 19-ാം തീയതി അതിൻ്റെ ഒരു പരിപാടികൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇവിടെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇവിടെ രൂപീകരിച്ചിട്ടുള്ള സംഘാടക സമിതിയുടെ ചെയർമാൻ പി കെ നിശാന്ത്, അതുപോലെ തന്നെ ക്ലബിന്റെ പ്രസിഡന്റും സംഘാടക സമിതിയുടെ ജനറൽ കൺവീനറുമായിട്ടുള്ള ഒ വി മോഹനൻ. 19 രാവിലെ 10 മണിക്ക് സംഘാടക സമിതി ചെയർമാൻ പി കെ നിശാന്ത് പതാക ഉയർത്തും. വൈകിട്ട് വിളംബര ഘോഷയാത്ര. 20 വൈകിട്ട് 6 മണിക്ക് ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മുൻ മന്ത്രി VS സുനിൽകുമാർ നിർവഹിക്കും. പി കെ നിശാന്ത് അധ്യക്ഷനാവും. സപ്ലിമെന്റ് പ്രകാശനം അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ നിർവഹിക്കും. അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ, എൻ ബാലകൃഷ്ണൻ, സി കെ ബാബുരാജ്, രാജ്മോഹൻ നീലേശ്വരം, എ ശബരീശൻ, ഒ വി സുനിൽ, പി അബൂബക്കർ, CH ശ്രീകാന്ത് എന്നിവർ സംസാരിക്കും. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തങ്ങളും വിപുലവുമായ പരിപാടിയാണ് ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഔപചാരികമായ തുടക്കമാണ് ഈ ഏപ്രിൽ 19 മുതൽ നമ്മൾ തുടക്കം കുറിക്കുന്നത്. ഏപ്രിൽ 19 വിളംബര ഘോഷയാത്ര, 20-ാം തീയതി അതിന്റെ ഉദ്ഘാടന പരിപാടി നമ്മുടെ മുൻ മന്ത്രി VS സുനിൽകുമാർ പങ്കെടുത്തുകൊണ്ടാണ് നടക്കുന്നത്. അന്ന ദിവസം മാടൻ മോക്ഷം എന്ന് പറയുന്ന ഇപ്പോൾ വളരെ പ്രസിദ്ധമായി നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നാടകമാണ്. ഒരു തിയേറ്ററിംഗ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള മാടൻ മോക്ഷം എന്ന പരിപാടിയോടുകൂടിയാണ് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്. 20 കഴിഞ്ഞാൽ 21, 22, 23 തീയതികളിലായി 3 ദിവസങ്ങൾ കൂടി വ്യത്യസ്തങ്ങളായ പരിപാടികൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചനകളാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായി 21-ാം തീയതി ആ പ്രദേശത്തെ വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളുകൾക്കുള്ള ആദരവും അനുമോദനവും ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടിയാണ്. ഒ വി മോഹനൻ സ്വാഗതവും ഒ വി അഖിൽ നന്ദിയും പറയും. തുടർന്ന് ആലപ്പുഴ മരുതം തിയേറ്റർ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന നാടകം മാടൻ മോക്ഷം 21 വൈകിട്ട് 6 മണിക്ക് അനുമോദന ആദര സമ്മേളനം ഡോക്ടർ VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്യും. സുമേഷ് പുളിക്കാൽ അധ്യക്ഷത വഹിക്കും. വി സുകുമാരൻ, എം രാജീവൻ, സുമിത ബിജുരാജ് എന്നിവർ സംസാരിക്കും. NV രജീഷ് സ്വാഗതവും സൗമ്യ ലതീഷ് നന്ദിയും പറയും. ഒഴിഞ്ഞവളപ്പിലെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കലാസന്ധ്യയും അരങ്ങേറും. 22 വൈകിട്ട് 7 മണി മുതൽ അഖില കേരള വടംവലി മത്സരം നടക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ പി കെ നിശാന്ത്, കൺവീനർ ഒ വി മോഹനൻ, പ്രദീപൻ മരക്കാപ്പ്, NV രജീഷ്, NV പവിത്രൻ ഞാണിക്കടവ്, കെ വിനോദ്, CK ബിജുരാജ്, ഒ വി അഖിൽ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർണാടക ഹാസനിൽ കൃഷിയിടത്തിൽ അടിമവേല. പുത്തികെ സ്വദേശി ഉദയൻ ഉൾപ്പെടെ 18 തൊഴിലാളികളെ കർണാടക പോലീസ് രക്ഷപ്പെടുത്തി. ചിറ്റാരിക്കാൽ പരപ്പച്ചാലിൽ ലോറി പുഴയിലേക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. തമിഴ്നാട്ടിൽ നിന്നും വളവുമായി വന്ന ലോറിയാണ് മറിഞ്ഞത്. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കുമെന്ന് ദക്ഷിണ റെയിൽവേ പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുകർ റാവു. സ്റ്റേഷന്റെ വടക്ക് ഭാഗത്തുള്ള മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിന് പ്രാരംഭ നടപടികൾ ആരംഭിച്ചതായും മധുകർ റാവു. ആരിക്കാടി ടോൾ പ്ലാസ ഇനിയും പൊളിച്ചുമാറ്റാത്തത് വാഹന ഡ്രൈവർമാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. റോഡരികിലൂടെ നടന്നുവരുന്ന വഴിയാത്രക്കാർക്കും ടോൾ പ്ലാസ തടസ്സമാകുന്നു.
കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ഭാരവാഹികൾക്ക് സ്വീകരണവും അനുമോദനവും നൽകി. കാഞ്ഞങ്ങാട് ബിഗ് മാളിലായിരുന്നു പരിപാടി. കേരള വിഷൻ കണക്ട് ആൻഡ് വിൻ വിജയികൾക്കുള്ള സമ്മാന വിതരണം നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനവും സമ്മാന വിതരണവും നിർവഹിച്ചു. നുളിപ്പാടി ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രം അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവത്തിന് തുടക്കം. കലവറ ഘോഷയാത്ര നടന്നു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.